ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പലർക്കും ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? മിക്കവാറും ആവാനാണ് സാധ്യത. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ വീടുകളിലും ഒരുപാട് ചെടികൾ കാണാൻ പറ്റും. അത് നല്ല ഭംഗിയിൽ നല്ല ലക്ഷറി ആയിട്ടുള്ള നല്ല ചെടികളൊക്കെ വെച്ചിട്ട് അത്ര അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരിൽ എത്ര പേർക്ക് അറിയുന്നുണ്ടാവും ചില ചെടികൾക്ക് നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റാൻ പറ്റിയ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ള കുറച്ച് ചെടികൾ ഉണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഞാനൊന്നും പണ്ട് ഒരുപാടൊന്നും ചെടികളോട് അത്ര ക്രേസ് ഉള്ള ഒരാളായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല, അത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റിലാണ് ഞാൻ മിക്കതും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രീൻ അകത്ത് ഒരു ലിവിങ് പ്ലാന്റ്, അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില അടുക്കളയിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ തന്നെ തൂക്കിയിട്ടിട്ട് എന്ത് രസമല്ലേ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണുന്ന രസം കൊണ്ടുള്ള ഒരു മനസ്സിന്റെ സന്തോഷം മാത്രമല്ല, അല്ലാതെ തന്നെ അതിന് ഒരുപാട് ഓരോന്നിന്റെ പുറകിലും വാസ്തുപരമായിട്ടും സയൻസ് പരമായിട്ടും ഒക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 ചെടികളുണ്ട്, വളരെ നമുക്ക് ഒരു ഗുണങ്ങൾ മാത്രം തരുന്ന നല്ല ഐശ്വര്യത്തിന്റെ ഒരു സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ കുറച്ച് ചെടികൾ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഓരോ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത് സംതിങ് അന്ധവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ ചിലർ പറയുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ചില ചെടികൾ നമ്മളെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്തത്, ചില സ്ഥാനത്ത് വെക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അതെന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്കത് പറയാൻ അറിയില്ല. പക്ഷേ നമുക്ക് ചിലതൊക്കെ നമുക്ക് വലിയ ഉപദ്രവവും അങ്ങനത്തെ എന്താ സംഭവം എന്നല്ലല്ലോ ഇത് ചെയ്യാന്നുള്ളത്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ജേഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ജേഡ് പ്ലാന്റിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് അറിയില്ലായിരുന്നു. അത്യാവശ്യം ഗാർഡനിങ് എനിക്ക് ഉണ്ടെങ്കിലും ജേഡ് പ്ലാന്റിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് അതൊരു പുറത്തുനിന്ന് കിട്ടിയ ഒരു അറിവായിരുന്നു. അതായത് ആ നഴ്സറിയിലുള്ള അങ്ങനത്തെ ഒരു തരം നഴ്സറി, നമുക്ക് പബ്ലിക്കായിട്ട് റോഡ് സൈഡിൽ അങ്ങനത്തെ അല്ല, കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു പ്ലാന്റ്സിനോട് കൂടുതൽ ഒരു ഇൻറ്റിമൻസിയുള്ള കുറച്ച് ആൾക്കാർ നടത്തുന്നൊരു ഇതെന്ന നഴ്സറി എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് ജേഡ് പ്ലാന്റിനെ പറ്റിയിട്ട്. അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല ഓഫീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വീടുകൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോ ഇവിടെ വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവരും കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ കുഞ്ഞിലകളായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എല്ലായിടത്തും വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സമ്പൽ സമൃദ്ധിയുടെ, അതായത് ഒരുപാട് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയായിട്ടും നമുക്ക് ഈ ഓഫീസിലൊക്കെ വെക്കുന്ന അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വെൽത്തിനോട് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു പാകത്തിനോട് ചെടിയായിട്ടാണ് ജേഡ് പ്ലാന്റിനെ കാണുന്നത്. പക്ഷെ അത് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മൾ എവിടെയും കൊണ്ടുപോയി ഒന്നും വെക്കാൻ പാടില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൊസിഷൻ ഉണ്ട്. ഈവൻ എൻ്റെ വീട്ടിലൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്. അപ്പോൾ അത് ഞാൻ പല സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ നോക്കിയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസും ഒരു സുഖമില്ലായ്മയും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നില്ല വന്നത്. പിന്നെ ഈവൻ കിച്ചണിലാണെങ്കിൽ പോലും അത് വെക്കേണ്ടതായ സ്ഥാനത്ത് വെച്ചപ്പോഴാണ് അതിൻ്റെതായ ഒരു ചൈതന്യം വരാനും നമുക്ക് ആ ഒരു ഊർജം കിട്ടാനൊക്കെ കാരണമായത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ചിലതൊന്നും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഓരോന്നും അതിൻ്റെതായ പൊസിഷൻ ഉണ്ട്. അങ്ങനെ ജേഡ് പ്ലാന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സൗത്താണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മണി പ്ലാന്റ്. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഒരു അലങ്കാര ചെടിയായിട്ട് മണി പ്ലാന്റ് ഉണ്ടാവും. മണി അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് മണി പ്ലാന്റിന്. അത് നല്ലോണം ബുഷായിട്ട് വളരെയാണ്, അത്രയും നല്ലതാണ്. പക്ഷെ ഇതും വെക്കേണ്ടത് സൗത്ത് സൈഡിലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. എവിടെ വെച്ചാലും മണി പ്ലാന്റ് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സൗത്തിലാണ് വെക്കേണ്ടതെന്ന് പറയും. അവിടെ വെച്ചിട്ടാണ് അതിൻ്റെതായ ഒരു ഗുണങ്ങൾ കിട്ടാന്ന് പറയും. അപ്പോൾ ഈ ജേഡ് പ്ലാന്റ് ആണെങ്കിൽ മെയിൻ്റെനൻസ് കുറച്ചുണ്ട്, മറ്റേ മണി പ്ലാന്റ് കുറച്ച് ഈസിയാണ്. അതായത് നമ്മൾ ദൂരത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. പക്ഷേ ജേഡ് പ്ലാന്റിന് അത്യാവശ്യം നമ്മളൊരു 4 ദിവസം കൂടുമെങ്കിലും വെള്ളം മസ്റ്റായിട്ട് കൊടുക്കണം. ഒരു കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയാണ്, ഒക്കെ ശ്രദ്ധിക്കണം. എന്നാലും കുഴപ്പമില്ല. ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെതായ ഒരു ഇതിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയൊരു ഇതാണ്. അപ്പോൾ ജേഡ് പ്ലാന്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ മണി പ്ലാന്റ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തുളസിയാണ്. തുളസി നിങ്ങൾ ഹോളി തുളസി എന്നാണ്, ഹോളി ബേസിലാണ് അത് പറയുന്നത് തന്നെ, അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കൊരു വിശുദ്ധമായിട്ടുള്ളൊരു ചെടിയായിട്ടാണ് നമ്മൾ തുളസീനെ കാണുന്നതിൽ. പ്രത്യേകിച്ച് ഒരു ഹിന്ദുയിസം ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ അതിനോടൊരു ഇത് ഉള്ളതെന്ന് തോന്നുന്നു. ഒരു ഐശ്വര്യം, നമ്മുടെ ഒരു ചൈതന്യം എന്നൊക്കെ പറയാൻ പറ്റിയൊരു സംഭവമാണ് ഒരു തുളസി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിനേക്കാളും കുറച്ച് സൗത്തിലേക്കാണെങ്കിൽ മിക്ക വീടുകളിലും അവരൊരു കുഞ്ഞു തുളസിത്തറ ആയാലും ഒരു തുളസി ഒരു വീട്ടിൽ എന്തായാലും അവർ നട്ടിട്ടുണ്ടാവും. ഏത് വീട്ടിലൊരു ഹിന്ദു വീട്ടിലാണെങ്കിൽ തുളസി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് തുളസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുളസിക്ക് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് നമുക്ക് രോഗങ്ങളിലും നമുക്കൊരു പനി വന്നാൽ പോലും ഒരു ചുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ തുളസി വേണം. അങ്ങനെ ഒരു മുറിവ് ഉണക്കാൻ, അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവം തന്നെയാണ് ഒരുപാട് തുളസി ഉള്ളത്. നമ്മളൊന്നും ഇല്ലെങ്കിലും രാവിലെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു തുളസിൻ്റെ ഇല ഒന്ന് വായിലിട്ട് ചതച്ചിട്ട് പോകുന്നത് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആണ്, നല്ലതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തുളസി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.
തുളസി തറയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഒരു മെയിൻ്റെനൻസിൽ വേണം കേട്ടോ കൊണ്ടുപോകാൻ. നമ്മൾ ജസ്റ്റ് റഫായിട്ടിട്ട് അത് കെയർ ചെയ്യാതെ വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് തുളസി തറയൊക്കെ വെച്ച് നമ്മൾ അത്യാവശ്യം ഒരു പൂജയൊക്കെ ചെയ്ത് വിളക്കൊക്കെ കൊളുത്തുന്നവരാണെങ്കിൽ അതൊക്കെ അതിൻ്റെതായ ഇതിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം. പക്ഷേ ഞായറാഴ്ചകളിൽ വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഞായറാഴ്ചകളിലാണ് തുളസിനെ ആരാധിക്കേണ്ടത് എന്നും പറയാറുണ്ട്. പക്ഷെ അന്ന് വെള്ളം കൊടുക്കാൻ പാടില്ല. പിന്നെ അഥവാ തുളസി ചെടി വാടാതെ നോക്കണം. പക്ഷെ അഥവാ വാടിപ്പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മോശമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴുക്കുള്ള ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ടുപോയി കളയാണ് വേണ്ടത്. അത് നമ്മൾ വീട്ടിൽ വെറുതെ പരിസരത്ത് ഇടാനോ കത്തിച്ച് കളയാനോ പാടില്ല. അങ്ങനെ കളയുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്നും പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തുളസി. അപ്പോൾ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യവേപ്പാണ്. അതായത് അതിനും ഇതുപോലെ തന്നെ തുളസി പോലെ തന്നെ വളരെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് ആര്യവേപ്പ്. നമ്മളൊരു കുളിക്കുന്ന വെള്ളത്തിൽ ആര്യവേപ്പ് ഇട്ട് വെച്ചിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് സ്കിന്നിന്. അതുപോലെ തന്നെ നമുക്കറിയാം ചിക്കൻ പോക്സ് വന്നാൽ പോലും നമുക്ക് നമ്മുടെ സ്കിന്നിനെ വളരെ കെയർ ചെയ്യാൻ പറ്റിയൊരു ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ റെമഡി ആയിട്ട് കാണുന്നത് ആര്യവേപ്പിനെ തന്നെയാണ്. നമുക്ക് എന്തും ത്വക്ക് രോഗങ്ങൾക്ക്, സ്കിന്ന് നന്നാവാൻ എല്ലാത്തിനും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആര്യവേപ്പിനൊക്കെ ഉണ്ട്. അപ്പോൾ ഔഷധ ഗുണം മാത്രമല്ല, ഇങ്ങനെ വാസ്തുപരമായിട്ടും ആര്യവേപ്പ് വീട്ടിൽ നടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ നോർത്തിൽ എല്ലായിടത്തും കാണാൻ പറ്റും. ഒരു ചെറിയ തൈ ആര്യവേപ്പെങ്കിലും അവർ വീട്ടിൽ അവർ നട്ടിട്ടുണ്ടാവും. മിക്കവരും നടാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ വീട്ടിൽ സ്ഥലമുള്ളവരാണെങ്കിൽ എവിടെയായാലും കുഴപ്പമില്ല, ഒരു ആര്യവേപ്പ് നടുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് വരും. നല്ലൊരു സംഭവമാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ലാസ്റ്റ് സംഭവം അലോവേരയാണ്. അലോവേര ഇതുപോലെ തന്നെ ഒരുപാട് ഐശ്വര്യം അട്രാക്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് അറിയില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ മണി പ്ലാന്റിനെ പറ്റിയിട്ട് ജെഡ് പ്ലാന്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അലോവേരയ്ക്ക് ഇത്രയ്ക്കും ഒരു സ്ഥാനം ഇക്കാര്യത്തിനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അലോവേര വളരെ നമ്മുടെ ഹെയറിനായാലും ബ്യൂട്ടിക്കായാലും ഒക്കെ യൂസ് ചെയ്യാൻ നമുക്കറിയാം. നമുക്കത് മാത്രമല്ല, നമുക്ക് ഒരുപാട് നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ഐശ്വര്യം കൊണ്ടുവരാനും വെൽത്തിനെ അട്രാക്ട് ചെയ്യാനും ഒരു അബൻഡൻസ് എല്ലാം അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർഫുൾ സാധനമാണ് അലോവേര എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. നിങ്ങൾക്ക് അറിയാലോ, വെറുതെ ഒന്ന് കുഴിച്ചിട്ട് എവിടെയായാലും ചട്ടിയിലായാലും ഒക്കെ വേഗം ഇതാക്കാനും മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണ്. എപ്പോഴും വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. അതിലൊക്കെ ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അതിൽ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ചെറിയ ചട്ടിയിലായാലും പിന്നെ വെക്കേണ്ട ഒരു സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലോവേരയ്ക്ക്. അതായത് നമ്മൾ കിച്ചണിലാണ് വെക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത്. അലോവേര വെക്കേണ്ട ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കിച്ചണാണ്. വേറെ എവിടെ വെച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെതായ ഏറ്റവും ബെസ്റ്റ് കിട്ടണമെങ്കിലുള്ള ഒരു ഇത്. അപ്പോൾ അത് കിച്ചണാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെടികളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡോർ പലതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് മാത്രമല്ല, എല്ലാം കൊണ്ടും നമുക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് എയർ പ്യൂരിഫിക്കേഷൻ ആയാലും നമുക്ക് ഓക്സിജൻ ഒരുപാട് സപ്ലൈ ചെയ്യാൻ എല്ലാത്തിനും ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ബേസിലും നീമും ഒക്കെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. എല്ലാം കൊണ്ടും ഗുണമുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, എന്തായാലും നല്ലതല്ലേ, നമുക്ക് നല്ലതല്ലേ കാണാനും. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് ഈ പ്ലാന്റ്സിനോടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ. നേച്ചറായിട്ടൊരു കണക്ഷൻ എല്ലാം കൂടെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീട്ടിലൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിന്നോളും. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.